ഈ ഡച്ച് കൊട്ടാരത്തിൻ്റെ സമീപത്ത് നിൽക്കുമ്പോൾ ദൂരെയായിട്ട് വലിയ വെടിയൊച്ചകൾ കേൾക്കാമായിരുന്നു. അപ്പോൾ ഞങ്ങൾ മഞ്ജിത് സിംഗിനോട് ചോദിച്ചു, ഈ യുദ്ധകേന്ദ്രം എവിടെയായിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു 4 കിലോമീറ്ററിനുള്ളിലായിരിക്കും. അവിടെ ഇപ്പോഴും തമിഴ് പുലികളുമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഈ വാച്ച് ടവറിൻ്റെ അവിടെ നിന്നാൽ ദൂരെ ഒരു ചുവന്ന കോട്ട കാണാം. അത് തമിഴ് പുലികളുടേതായിരുന്നു. അതിന് തൊട്ട് സമീപത്തായിട്ടാണ് അവിടുത്തെ ടെലികമ്മ്യൂണിക്കേഷൻ സ്വിച്ചിങ് സെൻറ്റർ തൊട്ടടുത്തായിട്ട് കാണാം. ഈ കേന്ദ്രം ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഇവിടുത്തെ സംവിധാനം ഉപയോഗിച്ച് തമിഴ് പുലികൾ ഒരു ടെലിവിഷൻ ചാനൽ തന്നെ നടത്തിയിരുന്നു. ഈ ടെലികമ്മ്യൂണിക്കേഷൻ സ്വിച്ചിങ് സെൻറ്റർ ഉണ്ടല്ലോ, അത് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ മേൽക്കൂരയൊക്കെ തകർന്നിരിക്കുകയാണ്. പട്ടാളത്തിൻ്റെ ഷെൽ വർഷത്തിൽ അതൊക്കെ നശിച്ച് നാശമായിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണാൻ സാധിച്ചത്. ഞാൻ പറഞ്ഞ ഈ വാച്ച് ടവറിൻ്റെ അടുത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു നിര കെട്ടിടങ്ങൾക്ക് നടുവിലായിട്ട് അവിടുത്തെ ടൗൺ ഹാൾ കാണാം. പഴയ ടൗൺ ഹാളാണ്. ഇപ്പം അത് ഉപയോഗക്ഷമമല്ല. അത് ഏതാണ്ട് ഉപേക്ഷിക്കപ്പെട്ട രൂപത്തിലാണ് കിടക്കുന്നത്. അവിടെ വെച്ചാണ് 1972 പ്രഭാകരൻ, പുലികളുടെ നേതാവായ പ്രഭാകരൻ, ജാഫ്ന മേയറായിരുന്ന ആൽഫ്രഡ് ഡയാറിസ് എന്ന് പറയുന്ന ആളിനെ വെടിവെച്ച് കൊന്നത്. ഒരു വലിയ സംഘർഷത്തിലേക്കുള്ളൊരു തുടക്കമായിരുന്നു ഈ മേയറുടെ വധം. മേയർ കൊളംബിയ ഭരണകൂടത്തിന് അനുകൂലമായ ഒരു നിലപാടെടുത്തു എന്നതിൻ്റെ പേരിലാണ് പ്രഭാകരൻ അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നത്. ഈ ഡച്ച് കൊട്ടാരത്തിന് സമീപത്തായിട്ട് നമ്മൾ ശ്രീലങ്കൻ പട്ടാളക്കാരുടെ ഒരു ക്യാമ്പ് കണ്ടു. അവിടെ പട്ടാളക്കാർ ഒരു ഒഴിവുകാലം ആസ്വദിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞു പോന്നിരുന്നത് എന്ന് തോന്നിപ്പോയി. കാരണം അവർ ചിലർ കായലിൽ ചൂണ്ടയിടുന്നു, മറ്റു ചിലർ വോളിബോൾ കളിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഈ മഞ്ജിത് സിംഗിനോട്, ബ്രിഗേഡിയർ മഞ്ജിത് സിംഗിനോട് ചോദിച്ചു, എന്താണ് അവർ വളരെ സ്വസ്ഥമായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അത് കരാറിൻ്റെ ഒരു ഭാഗമാണ്. അതായത് ഇന്തോ ശ്രീലങ്കൻ കരാറിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ജാഫ്നയിലെ സൈനിക ഓപ്പറേഷൻസിൻ്റെ എല്ലാം ചുമതല IPKF-നാണ്, ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സിനാണ്. അവിടെ ഒരു ക്യാമ്പിൽ ശ്രീലങ്കൻ പട്ടാളക്കാർക്ക് കഴിയാം എന്നതിനപ്പുറത്ത് അവർ മറ്റൊരു കാര്യങ്ങളിലും ഇടപെടാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മുടെ സൈന്യം ജാഫ്നയിൽ ശ്രീലങ്കയ്ക്ക് വേണ്ടി പടപൊരുതുമ്പോൾ ശ്രീലങ്കൻ പട്ടാളം അവിടെ അവരുടെ ക്യാമ്പിൽ ഒരു സുഖവാസമെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവിടുന്ന് നവകുനിയ, മണ്ടത്തീവ് എന്നീ സ്ഥലങ്ങളിലേക്ക് ഞങ്ങളെ വീണ്ടും ഹെലികോപ്റ്ററിലാണ് കൊണ്ടുപോയത്. അതുപോലെ തന്നെ ഈ നല്ലൂർ കന്ദസ്വാമി ക്ഷേത്രം, ആ ഭാഗത്തേക്കും ഹെലികോപ്റ്ററിൽ പോകുന്നുണ്ട്. അപ്പോൾ പോകുന്നുടനെ നമുക്ക് താഴെ വെടിവെപ്പിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവിടെ പാടങ്ങളിലൊന്നും കൃഷി ഇറക്കുന്നില്ല. പാടങ്ങളൊക്കെ വെറുതെ തരിശായിട്ട് കിടക്കുകയാണ്. കടൽ തീരങ്ങളിൽ ആരുമില്ല, മത്സ്യബന്ധനക്കാരെ ആരെയും കാണാനില്ല. മൊത്തത്തിലൊരു ശ്മശാന അന്തരീക്ഷമാണ് ജാഫ്ന പട്ടണത്തിന് അന്ന് ഉണ്ടായിരുന്നത്. ആളുകളെല്ലാം അഭയാർത്ഥി ക്യാമ്പിലാണ്. അതുപോലെ ഈ കായലിന് നടുവിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ പട്ടാളക്കാരുടെ ഒരു സംരക്ഷണത്തിലാണ്. 2 വലയം പട്ടാളക്കാർ ചുറ്റും നിന്നിട്ട് അവരുടെ കവചിത വാഹനങ്ങൾ, അതിന് നടുവിൽ പത്രപ്രവർത്തകർ കയറിയ വാഹനം, അങ്ങനെയാണ് മുന്നോട്ട് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ നഗരത്തിൻ്റെയും അല്ലെങ്കിൽ കായൽ പ്രദേശങ്ങളിലെ പട്ടാള ഓപ്പറേഷൻസൊക്കെ കാണുന്നുണ്ട്. ഈ കായലിനോട് ചേർന്ന സ്ഥലങ്ങളിൽ ധാരാളം ബങ്കറുകളുണ്ട്. അത് തമിഴ് പുലികൾ പണ്ട് ഉണ്ടാക്കിയതാണ്. അതിപ്പോൾ ഇന്ത്യൻ പട്ടാളമാണ് ഉപയോഗിക്കുന്നത്. അത് രസകരമായൊരു കാര്യം, ഈ കണ്ടം ചെയ്ത വാഹനങ്ങളുടെ ബോഡി ഉപയോഗിച്ചാണ് ഈ ബങ്കറുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നീട് ചുറ്റും മണൽ നിറച്ച ചാക്കുകൾ നിറച്ച അതിനുള്ളിലാണ് വളരെ സുരക്ഷിതരായിട്ട് ഈ പട്ടാളക്കാർ ഇരിക്കുന്നത്. അപ്പോൾ ഈ കായലിൻ്റെ നടുവിലൂടെ ഞങ്ങൾ യാത്ര ചെയ്ത് ഒരു സ്പോട്ടിൽ ഇറങ്ങിയപ്പോൾ ഒരു ക്യാപ്റ്റൻ റാങ്കിലുള്ള ഒരു ആൾ ഞങ്ങളോട് സംസാരിച്ചു. അപ്പം ആ കൂട്ടത്തിലൊരു ദക്ഷിണേന്ത്യക്കാരനായിട്ട് വാസ്തവത്തിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനകത്ത് രസകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ IPKF-ൽ ഈ ജാഫ്ന ഓപ്പറേഷൻസിന് നിയോഗിക്കപ്പെട്ടവർ മുഴുവൻ മദ്രാസ് റെജിമെൻറ്റിൽപ്പെട്ട ആളുകളായിരുന്നു. ഏതാണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള പട്ടാളക്കാരായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. അവരാണ് ഈ തമിഴ് പുലികളെ അവിടെ നേരിട്ടിരുന്നത്. അപ്പോൾ ഒരു ക്യാപ്റ്റൻ ഞാനൊരു മലയാളിയാണെന്നോ അല്ലെങ്കിൽ ഒരു ദക്ഷിണേന്ത്യക്കാരനാണെന്നോ മനസ്സിലാക്കിയിട്ടാവാം എന്നോട് പറഞ്ഞു, സർ, വി ആർ ഫൈറ്റിംഗ് അഗൻസ്റ്റ് അവർ ഓൺ ബ്രദേഴ്സ്. ഞങ്ങളുടെ സഹോദരന്മാർക്കെതിരെയാണ് യുദ്ധം ചെയ്യുന്നത്, പക്ഷേ ഞങ്ങൾക്ക് വേറെ നിർവാഹമില്ല.
അപ്പോൾ അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. അതായത് ഞങ്ങൾ ഒരു കൈ പുറകിൽ കെട്ടിയിട്ട നിലയിലാണ് യുദ്ധം ചെയ്യുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ പരമാവധി ആളപായമില്ലാത്ത രീതിയിൽ, അതായത് അപ്പുറത്തുള്ളവർ തമിഴരാണ്, അതിൽ തമിഴ് പുലികളുണ്ട്, സാധാരണക്കാരായ ആളുകളുണ്ട്, ഇവർക്കാർക്കും ജീവാപായം സംഭവിക്കാത്ത രീതിയിൽ വേണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവരെ യുദ്ധം ചെയ്ത് കൊല്ലാനോ തോൽപ്പിക്കാനോ അല്ല, അവരുടെ ആയുധം താഴെ വയ്പ്പിക്കുക, അതാണ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. അതുകൊണ്ട് ഞങ്ങൾക്കൊരു സാധാരണ യുദ്ധം ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പിന്നീടൊരു മറ്റൊരു അനുഭവം പറഞ്ഞു. ഇവരെ ഒരു കോൺവോയ് ആയിട്ട് 3-4 ട്രക്കുകളിൽ പട്ടാളക്കാർ ഒരു സ്ഥലത്തുകൂടെ യാത്ര ചെയ്ത് പോകുമ്പോൾ കുറേ കുട്ടികൾ 4 വയസ്സ് 5 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സ് കുട്ടികൾ, ഇവരാരും ഒരു വസ്ത്രം പോലും ധരിച്ചിട്ടില്ല, നഗ്നരായ കുട്ടികളാണ്, കൊച്ചുകുട്ടികളാണ്. അവരിങ്ങനെ ഓടി ഇവരുടെ നേരെ വരികയാണ്, ഈ പട്ടാളക്കാരുടെ നേരെ വരികയാണ്. അയ്യാ കാപ്പാത്തുങ്കോ കാപ്പാത്തുങ്കോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് അവർ വരുന്നത്. സഹായിക്കണം എന്നാണ് പറയുന്നത്. പെട്ടെന്ന് അവർ പിന്നെ ഇവരുടെ പട്ടാള ട്രക്കുകൾ നിർത്തി താഴെ ഇറങ്ങുമ്പോൾ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ, ഈ മുമ്പിൽ നിന്ന കുട്ടികൾ പെട്ടെന്ന് അങ്ങ് വകഞ്ഞു മാറി, 2 ഭാഗത്തേക്ക് അങ്ങ് ഒരു നിമിഷ നേരം കൊണ്ട് അവർ മാറി. അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് തമിഴ് പുലികളായിരുന്നു. അപ്പോൾ ഇവർ തമ്മിലൊരു സംഘർഷം ഉണ്ടായി, ചില ആളുകൾ അവിടെ മരിച്ചു. ഈ ഒരു കഥ ഒരു ക്യാപ്റ്റൻ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ പേര് വെളിപ്പെടുത്തരുത് എന്ന അഭ്യർത്ഥനയോടുകൂടി പറഞ്ഞതാണ്. ഇത് ഞാൻ പിന്നീട് ഇതേ സംഭവം ഈ കുട്ടികൾക്ക് പകരം സ്ത്രീകൾ ഇങ്ങനെ പട്ടാളക്കാരുടെ മുമ്പിലേക്ക് വരികയും അവർ പെട്ടെന്ന് വഴിമാറുമ്പോൾ അവരുടെ പിന്നിൽ ഒളിച്ചിരിക്കുകയായിരുന്ന തമിഴ് പുലികൾ ഒരു തരത്തിലുള്ളൊരു ഒളിയുദ്ധം പോലെ തന്നെ ഈ നമ്മുടെ പട്ടാളക്കാരെ നേരിടുകയും ചെയ്ത സംഭവങ്ങളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ റെയിൽവേ സ്റ്റേഷനിൻ്റെ സമീപത്തൂടെ പോകുമ്പോഴേ അതിൻ്റെ ഭിത്തികളിൽ ഇന്ത്യക്കെതിരായിട്ട് വലിയ ചുവരെഴുത്തുകൾ കാണാമായിരുന്നു. അതിലേറ്റവും ശ്രദ്ധേയമായി തോന്നിയത് നെഹ്റു കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിനൊരു കളങ്കമാണ് രാജീവ് എന്ന അതൊരു രാഷ്ട്രീയ മുദ്രാവാക്യമാണ്. അതായത് നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് തമിഴ് പുലികൾക്കെതിരായിട്ടുള്ള ഈ നീക്കം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്ന് വളരെ വ്യക്തമായി പറയുന്ന ഒരു മുദ്രാവാക്യം ഈ റെയിൽവേ സ്റ്റേഷൻ ചുവരുകളിൽ വായിച്ചത് ഇപ്പോഴും ഓർക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു മൃതനഗരമാണ്, അവിടെ ആളുകളെ കാണാനില്ല, പട്ടാളക്കാർ മാത്രമാണ്, അവരുടെ വാഹനങ്ങൾ മാത്രമാണ് നിരത്തുകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ജനങ്ങളൊക്കെ എവിടെയാണ്? അവരെല്ലാം ഓരോ അഭയാർത്ഥി ക്യാമ്പുകളിലാണ്. ജാഫ്നയിലെ ആളുകളെ മുഴുവൻ പലതരം ഔദ്യോഗിക ക്യാമ്പുകളിൽ, അതുകൂടാതെ സ്വയം രൂപപ്പെട്ട ചില ക്യാമ്പുകളുണ്ട്. സർക്കാർ അല്ലെങ്കിൽ IPKF നിശ്ചയിച്ച ക്യാമ്പുകളല്ല, സ്വയം രൂപപ്പെട്ട അഭയാർത്ഥി ക്യാമ്പുകൾ. അപ്പം അവിടെയൊക്കെ പോകുന്നതിനും ആളുകളെ കാണുന്നതിനുമൊക്കെ ഒരു സൗകര്യം കിട്ടി. അവിടെ ഈ അഭയാർത്ഥികളുടെ വിശുദ്ധയായ അമ്മയുടെ നാമധേയത്തിലുള്ള ഒരു പള്ളിയുണ്ട്, മറ്റൊരു സെൻറ്റ് മേരീസ് പള്ളിയുണ്ട്, സെൻറ്റ് ആൻ്റണീസ് പള്ളി, അതുപോലെ ഇംഗ്ലീഷ് കോൺവെൻറ്റ്, തമിഴ് കോൺവെൻറ്റ്, കൊളമ്പുതുറൈ ഹിന്ദു സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂള്, അങ്ങനെ ഈ നിരവധി സ്ഥാപനങ്ങളിലായിട്ടാണ് ഈ അഭയാർത്ഥികളെ പാർപ്പിച്ചിരിക്കുന്നത്. ഈ അഭയാർത്ഥികൾക്ക് അവരുടെ ചുമതല വഹിക്കുന്നതിന് ഒരു ബ്രിഗേഡിയറെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, ബ്രിഗേഡിയർ കലോൻ. അവർക്കാവശ്യമായ ഭക്ഷണങ്ങൾ, മരുന്ന്, ചികിത്സ, ആശുപത്രിയിൽ ചികിത്സ നടക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോകേണ്ടാത്ത ആളുകൾക്ക് ക്യാമ്പുകളിൽ ചികിത്സ നൽകുന്നുണ്ട്, വസ്ത്രം നൽകുന്നുണ്ട്. ഇതിനെല്ലാം ചുമതല ഈ ബ്രിഗേഡിയർ കലോൻ എന്ന് പറയുന്ന ആളിനാണ്. ഈ സ്കൂളിലെ അഭയാർത്ഥി ക്യാമ്പിൽ വെച്ചിട്ട് നവരത്ന എന്ന് പറയുന്ന ഒരു തമിഴ് ചെറുപ്പക്കാരൻ, ഒരു 18-20 വയസ്സേ ഉള്ളൂ, ചെറുപ്പക്കാരൻ എന്നൊന്നും പറയാൻ പറ്റിയൊരു പയ്യനാണ്. അവൻ എന്നെ എങ്ങനെയോ മനസ്സിലായിട്ട് അയാൾ പോയിട്ട് ശങ്കരൻ എന്ന് പറയുന്ന ഒരു മലയാളിയായ അഭയാർത്ഥിയെ വിളിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് പറയുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുക എന്ന് ഈ കുട്ടി ശങ്കരനോട് പറഞ്ഞു. ശങ്കരനും ഈ കുട്ടിയും അയൽവക്കക്കാരാണ്. അപ്പോൾ ഈ ശങ്കരൻ കുന്നംകുളംകാരനാണ്. 14-ാമത്തെ വയസ്സിൽ ജാഫ്നയിൽ എത്തിപ്പെട്ടതാണ്. അവിടെ ഒരു ഗരേജിൽ പ്രതിമാസം 8 രൂപ ശമ്പളത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. പിന്നീട് അദ്ദേഹം കൊച്ചു ബിസിനസ്സുകളൊക്കെ ചെയ്തു. വലിയ വിദ്യാഭ്യാസമൊന്നുമുള്ള ആളല്ല, പക്ഷേ ഈ ബിസിനസ്സിലൂടെ ജാഫ്നയിലെ സാമാന്യം ഭേദപ്പെട്ട ധനികന്മാരിൽ ഒരാളായിട്ട് മാറി. സുഭാഷ് ഹോട്ടൽ, അത് ബാറൊക്കെ ഉള്ളൊരു ഹോട്ടലാണ്. സുഭാഷ് കഫേ, സുഭാഷ് ഐസ്ക്രീംസ്,
അതുപോലെ തന്നെ സുഭാഷ് ടാക്സി, അങ്ങനെയാണ്ട് നല്ല നിലയിൽ ജീവിക്കുമ്പോഴാണ് പുലികളും നമ്മുടെ ഇന്ത്യൻ സമാധാന സംരക്ഷണ സേനയും തമ്മിലുള്ള സംഘർഷം അവിടെ ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ബാർ ഹോട്ടൽ കത്തി നശിച്ചു, മറ്റു സ്ഥാപനങ്ങൾക്കെല്ലാം കേടുപാടുകൾ ഉണ്ടായി. അവിടെ നിന്ന് എല്ലാം നുള്ളിപ്പെറുക്കി എടുത്തുകൊണ്ട് അദ്ദേഹം ഈ ക്യാമ്പിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് 8 മക്കളുണ്ട്. അതിൽ 2 പേര് ഇംഗ്ലണ്ടിലാണ്, 2 പേര് കൊളംബോയിലുണ്ട്, 2 പേര് കോയമ്പത്തൂരുണ്ട്, ഒരാൾ ചെന്നൈയിലുണ്ട്. ഒരു മകളാണ്, ആ മകളെ ചേർത്തലയിലാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ജാഫ്നയിൽ നിന്ന് രക്ഷപ്പെട്ട കൊളംബോയിൽ ആൺമക്കൾ 2 പേരുണ്ടല്ലോ, അവരുടെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടി അദ്ദേഹം നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ പറഞ്ഞു. അദ്ദേഹം ഈ തമിഴ് പുലികളെക്കുറിച്ചൊക്കെ പറഞ്ഞു. കാരണം അവരിൽ പലരും അദ്ദേഹത്തിൻ്റെ അയൽക്കാരാണ്. ജാഫ്നയിൽ തൊട്ടടുത്തുള്ളവരും പരിചയക്കാരുമായിട്ടുള്ള ആളുകളാണ്. 18, 19, 20 ഒക്കെ വയസ്സുള്ള ചെറുപ്പക്കാരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നവരത്ന തന്നെ എന്നോട് പറഞ്ഞു, സാറേ എനിക്ക് പുലിയാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ എനിക്കതിന് സാധിച്ചില്ല. ഈ പുലികൾ ഇനി തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ അവരുടെ കൂടെ ചേരും എന്നൊക്കെ ഈ നവരത്ന പറയുന്നുണ്ട്. അയാൾ എന്നോട് പറഞ്ഞ ചില വാചകങ്ങളും മറക്കാൻ പറ്റുന്നതല്ല. ആ കുട്ടി എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ആർമിയും കൊളംബിൽ നിന്ന് വന്ന ആർമിയും തമ്മിൽ എന്നാ വ്യത്യാസം സാർ? അവരും കൊള്ളയടിച്ച് നിങ്ങളുടെ പട്ടാളവും നിങ്ങളുടെ ആർമിയും കൊള്ളയടിക്കുന്നു. ഞങ്ങളത് പിന്നെ ബ്രാറിനോട് ചോദിച്ചു. ഈ കേണൽ ബ്രാറിനെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെ അഭയാർത്ഥികൾ ചിലർ പറയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, യാതൊരു കൊള്ളയും നടന്നിട്ട് നിങ്ങൾ നോക്കൂ, ഇവിടെ കിടക്കുന്ന 90% വീടുകളും പൂട്ടിക്കിടക്കുകയാണ്. പൂട്ടിക്കിടക്കുന്ന വീടുകളിൽ എങ്ങനെയാണ് കൊള്ള നടത്തുക എന്ന് അദ്ദേഹം പറഞ്ഞതും ഓർക്കുന്നു. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. മറ്റ് ധാരാളം പുലികളായിട്ട് പ്രവർത്തിക്കുന്നവരെയൊക്കെ ശങ്കരനറിയാം. ശങ്കരൻ പറഞ്ഞു, ഇവിടെ നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം, നമ്മുടെ പുലികൾക്കെതിരായിട്ടൊന്നും പറയരുത്. കാരണം ഈ അഭയാർത്ഥികളുടെ കൂട്ടത്തിൽ തന്നെ ആയുധം ധരിച്ച തമിഴ് പുലികളുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു ഈ പുലികളെക്കുറിച്ച്, അവർ വളരെ കുട്ടിക്കാർ പിള്ളേർ, അവരെ അങ്ങനെയൊന്നും തീർക്കാനാവില്ല. അവർ കാൻസർ പടരുന്നത് പോലെയല്ലേ അവർ ഇങ്ങനെ പടരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ വിശ്വാസം IPKF അല്ല, ആര് വന്നാലും കുറേ കഴിയുന്നുണ്ടേ പുലികൾ തിരിച്ചു വരും, ജാഫ്ന അവർ തിരിച്ചു പിടിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അവർക്കുണ്ടായിരുന്നത്. അങ്ങനെ ഞാനീ നേരത്തെ പറഞ്ഞ ഈ ദേവാലയങ്ങളിലും സ്കൂളുകളിലും ഒക്കെ ആയിട്ട് 35,000-ഓളം അഭയാർത്ഥികളാണ് അന്നുള്ളത്. അതുപോലെ തന്നെ നല്ലൂർ കന്തസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലായിട്ട് ഏതാണ്ട് 100,000-ഓളം അഭയാർത്ഥികൾ. അങ്ങനെ നമ്മളവിടെ ചെല്ലുമ്പോൾ അഭയാർത്ഥികളുടെ ഒരു മൃത നഗരമാണ്. പിന്നെ പട്ടാളക്കാരുടെ കൈവശമാണ് നഗരം, അല്ലെങ്കിൽ ജാഫ്ന മുഴുവൻ. അപ്പോൾ ഞങ്ങളവിടെ ജാഫ്ന സ്റ്റേഡിയമൊക്കെ കാണുന്നുണ്ട്. വളരെ പ്രസിദ്ധമായ ഒരു സ്റ്റേഡിയമാണ്. ഈ തമിഴ് പുലികളുടെയും മറ്റും ധാരാളം സമ്മേളനങ്ങളൊക്കെ നടന്നിട്ടുള്ള സ്റ്റേഡിയമാണ്. അത് മുഴുവൻ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുകയാണ്. നഗരം മുഴുവൻ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. കേടില്ലാത്ത കെട്ടിടങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ 1-2 കെട്ടിടങ്ങൾ മാത്രമാണ്. അത്ഭുതകരമെന്ന് പറയട്ടെ, ഗാന്ധി പ്രതിമയ്ക്ക് യാതൊരു കേടും കൂടാതെ നമ്മൾ കാണപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരു മൃതനഗരത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു അനുഭവമാണ് അന്ന് ജാഫ്ന നമുക്ക് തന്നത്. 1995 ഒക്ടോബർ 17-ന് തമിഴ് പുലികൾക്കെതിരായിട്ടുള്ള ശ്രീലങ്കൻ സേനയുടെ ഓപ്പറേഷൻ റിവിറേസ ആരംഭിച്ചു. അപ്പോൾ എന്നെ മാതൃഭൂമിയിൽ നിന്ന് കൊളംബോയിലേക്ക് അയച്ചു. കൊളംബോയിൽ നിന്നുകൊണ്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി. യുദ്ധം നടക്കുന്നത് ജാഫ്നയിലാണ്. നമുക്ക് അവിടേക്ക് എത്തിപ്പെടാൻ യാതൊരു നിർവാഹവുമില്ല. പക്ഷേ കൊളംബോയിൽ നിന്ന് ഔദ്യോഗിക വിവരങ്ങളുണ്ട്. അവിടെ പുലികളുടെ പ്രതിനിധികളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും, അല്ലെങ്കിൽ അവരുടെ സ്പോക്സ് പേഴ്സൺസ് ഉണ്ട്, അവരെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ സംഭവവികാസങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തവണ 95-ൽ കൊളംബോയിലേക്ക് അയക്കുന്നത്. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വിമാനത്തിൽ കൊളംബോയിലേക്ക് പോകുമ്പോൾ CSI സഭയുടെ ഒരു ബിഷപ്പ് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എൻ്റെ അടുത്താണ് അദ്ദേഹം വരുന്നത്. ബിഷപ്പ് S. ജബനേശൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ശ്രീലങ്കയിൽ CSIയുടെ ഒരു മഹാ ഇടവക അല്ലെങ്കിൽ ഡയോസിസ് ഉണ്ടോ എന്ന കാര്യത്തിലൊരു സംശയം തോന്നാം. അങ്ങനെയായിരുന്നു അത്. CSI സഭയുടെ കീഴിലാണ് ഈ ജാഫ്ന കേന്ദ്രമാക്കിയ ഡയോസിസ് പ്രവർത്തിച്ചിരുന്നത്. അവിടുത്തെ ബിഷപ്പാണ് ഈ ജബനേശൻ. പക്ഷേ അദ്ദേഹത്തിന് ജാഫ്നയിൽ അപ്പോൾ ചെല്ലാൻ പറ്റില്ല. അതായത് ശ്രീലങ്കൻ പട്ടാളവും പുലികളുമായിട്ടുള്ള അന്തിമ യുദ്ധം
അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെല്ലാൻ പറ്റില്ല. അദ്ദേഹത്തിന് കൊളംബോയിൽ തന്നെ ഒരു ചെറിയ അരമനയും സംവിധാനമുണ്ട്. അവിടെയാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹം എന്നെ അവിടെയൊക്കെ ക്ഷണിച്ചു. ഞാൻ ഈ കൊളംബോയിൽ എത്തിയതിന് ശേഷം രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസം അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹത്തോടൊപ്പം ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എങ്ങനെയെങ്കിലും ജാഫ്നയിലേക്ക് ഒന്ന് പോകാനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സഭയിൽപ്പെട്ട ആളുകൾ അവിടെയാണ്, സഭാ സ്വത്തുക്കൾ അവിടെയാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ കൊളംബിയിൽ നിൽക്കുകയാണ്, അദ്ദേഹത്തിന് പോയാൽ കൊള്ളാവുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്തെങ്കിലും ഒരു അനുകൂല സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ താങ്കളെ വിളിക്കാം, താങ്കളെയും ഞാൻ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതൊന്നും നടന്നില്ല. ഞാൻ വീണ്ടും അദ്ദേഹത്തെ കാണാൻ പോവുകയൊക്കെ ചെയ്തു. പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ട് ആ ഒരു യാത്ര നടന്നില്ല. കൊളംബോയിൽ ചെന്നപാടെ തന്നെ ഞാൻ സർക്കാരിൻ്റെ ഒരു അക്രഡിറ്റേഷൻ, ഒരു മാസത്തേക്കുള്ളൊരു താൽക്കാലിക അക്രഡിറ്റേഷൻ നേടി. ഞാൻ വിസയ്ക്ക് അപേക്ഷിച്ചത് തന്നെ ഈ റിവിറേസ അതിൻ്റെ സംഭവവാസങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അതേസമയം മറ്റു ചില പത്രലേഖകരൊക്കെ ഉണ്ടായിരുന്നു. അവരവിടെ തോട്ടം വാങ്ങാൻ വന്നു, അതിൻ്റെ ആലോചനകൾക്ക് വന്നതാണെന്നൊക്കെ പറഞ്ഞാണ് വിസ വാങ്ങിയത്. പക്ഷേ ഞാൻ ഈ സൈനിക നീക്കം റിപ്പോർട്ട് ചെയ്യാൻ തന്നെ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ വിസ കിട്ടിയത്. ഞാൻ അവിടെ ചെന്നു, അവിടെ ഒരു അക്രഡിറ്റേഷൻ എടുത്തു. അവിടുത്തെ ആർമി പബ്ലിക് റിലേഷൻസുമായിട്ട് ബന്ധപ്പെടുന്നതിനുള്ളൊരു പ്രത്യേക പാസ് കിട്ടി. അങ്ങനെ ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് നമ്മൾ വാർത്തകൾ ശേഖരിച്ചുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ അവിടെ ഐലൻഡ് എന്ന് പറയുന്ന ഒരു പത്രമുണ്ട്, ഇംഗ്ലീഷ് പത്രമാണ്. അവർക്കൊരു സിംഹള പത്രവുമുണ്ട്. അവിടുത്തെ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ വിൽക്കുന്ന സിംഹള പത്രമാണ്. ഇംഗ്ലീഷ് പത്രങ്ങളുടെ കാര്യത്തിൽ 2ാം സ്ഥാനമാണുള്ളത്. ഇവർക്കൊക്കെ ഇവിടുത്തെ ചില ലേഖകർക്ക് ഈ തമിഴ് പുലികളുമായിട്ടൊക്കെ ജാഫ്നയിലുള്ള ആളുകളുമായിട്ടൊക്കെ നേരിട്ടുള്ള ബന്ധങ്ങളുണ്ട്. ചിലർക്ക് ചിലപ്പോൾ ഇൻ്റർനെറ്റിൽ അല്ലെങ്കിൽ ചില ഇമെയിലുകളൊക്കെ വരും, അതിൽ വിശദാംശങ്ങൾ കാണും. അപ്പോൾ അവർ നിത്യമെന്നോണം അവർക്ക് ജാഫ്നയിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ഔദ്യോഗികമായിട്ടുള്ളത് അവിടുത്തെ ആർമി PR ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കും. ബാക്കിയുള്ളത് ഈ പുലികൾ അവർ ഈ ഐലൻഡിൻ്റെ പത്രം അവരോട് ഒരല്പം താല്പര്യമുള്ളതായിരുന്നു, അവരൊക്കെ ലഭിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ് പറഞ്ഞത്, അവിടെ ഈ പത്രവുമായി ബന്ധപ്പെട്ടാൽ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. അങ്ങനെയാണ് ഈ റിവിറേസെ സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പത്രത്തിൽ നിന്നും അതുപോലെ ആർമി പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുമാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ അവിടെ പോയി റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും സാധ്യമായ ഒരു കാര്യമായിരുന്നില്ല. ഇത്തവണ കൊളംബോയിൽ എത്തുമ്പോൾ ഇന്ത്യൻ പത്രങ്ങൾക്ക് വാർത്തകൾ വിതരണം ചെയ്യുന്ന UNA എന്ന് പറയുന്ന വാർത്താ ഏജൻസിയുടെ ഒരു ലേഖകൻ ജയറാം അവിടെയുണ്ട്. അദ്ദേഹത്തെ എനിക്ക് നേരത്തെ ഡൽഹിയിൽ വെച്ച് കണ്ടൊരു പരിചയമുണ്ട്. ഇത് ധാരാളം തമിഴ് പത്രങ്ങൾ UNAയുടെ വാർത്തകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അവർക്ക് താല്പര്യമുള്ള ഒരു വിഷയമാണ് ശ്രീലങ്കൻ പട്ടാളവും അല്ലെങ്കിൽ ശ്രീലങ്കൻ സർക്കാരും LTTയും തമ്മിൽ നടക്കുന്ന ഈ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ സംഘർഷം. അതുകൊണ്ടായിരിക്കണം അവിടെ ഒരു സ്ഥിരം ലേഖകനെ നിയോഗിച്ചത്. ഞാൻ അവിടെ ചെന്ന് 2-3-4 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു, ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ ഒരു ഉച്ചഭക്ഷണത്തിനായിട്ട് വിളിച്ചു. അപ്പോൾ അദ്ദേഹം അതിനുള്ള വഴിയൊക്കെ പറഞ്ഞു തന്നു. ഞാനൊരു ഓട്ടോറിക്ഷയിൽ അദ്ദേഹത്തിൻ്റെ വീടിന് സമീപമെത്തി. മിജ്രമ മവാത്ത എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ ഞാൻ അവിടെ ഒരു ഓട്ടോറിക്ഷയിൽ ഇറങ്ങി. അവിടെ നിന്ന് അല്പം വലത്തോട്ട് നടന്നു പോകണം. അപ്പോൾ നേരെ ഒരു വിശാലമായ ഒരു റോഡ് ഞാൻ കാണുന്നുണ്ട്. ഈ റോഡ് കണ്ടുകൊണ്ട് ഞാൻ അതിനുള്ളിലേക്ക് നടന്നങ്ങ് കയറി, ഈ വിശാലമായ റോഡിലേക്ക്. അവിടെ ഗേറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിന് തൊട്ടടുത്തൊരു പോലീസ് പിക്കറ്റ് പോസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറേ പട്ടാളക്കാർ ഇറങ്ങി വന്നു, എന്നെ തടഞ്ഞു. എന്നിട്ട് അവരുടെ ഈ ചെക്ക് പോസ്റ്റിനുള്ളിൽ കൊണ്ടുപോയിരുത്തി. ഇത് വാസ്തവത്തിൽ ശ്രീലങ്കൻ പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതിയായ ട്രെമ്പിൾ ട്രീ എന്ന് പറയുന്ന കൊട്ടാരത്തിലേക്ക് പോകുന്ന വഴിയായിരുന്നു. അവിടെ അങ്ങനെയൊന്നും ഒരു ബോർഡൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല, ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നുമില്ല. എന്തായാലും ഇവരെന്നെ പിടികൂടിയെന്ന് തന്നെ പറയാം. അറസ്റ്റ് ചെയ്തതെന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും പിടികൂടി എന്നെ അവിടെ കൊണ്ടിരുത്തി. ഇവർക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുന്നില്ല, സിംഹള ഭാഷയുടെ ഒരു വാക്കുപോലും നമുക്കാർക്കും അറിയത്തുമില്ല. ഞാനങ്ങനെ ഏറെ നേരം അവിടെ ഇവരുടെ കസ്റ്റഡിയിലിരുന്നു. അതിനുശേഷം ഞാൻ അവരോട് കെഞ്ചി പറഞ്ഞു, ഈ ജയറാമിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ഞാനൊന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് അവരതിനും സമ്മതിക്കുന്നില്ല. കാരണം ഞാൻ ആരാണ് ഏതാണ് എന്നൊന്നും മനസ്സിലാകുന്നില്ല. ഞാനൊരു സൗത്ത് ഇന്ത്യൻ ആണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് തമിഴ് പുലികളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന സംശയങ്ങളൊക്കെ ഇവർക്കുണ്ടായിട്ടുണ്ടാകും, വളരെ സ്വാഭാവികമാണ്. അവസാനം ഞാൻ കരഞ്ഞു പറഞ്ഞിട്ട് ജയറാമിനെ ടെലിഫോണിൽ വിളിക്കാനായിട്ട് ഒരു അവസരം തന്നു, ഒരു വലിയ സമ്മതം തന്നു. ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് തന്നെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. പിന്നെ അദ്ദേഹം വന്ന്
എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയായിരുന്നു. ഇതിനടുത്ത ഈ ഞാനീ പറഞ്ഞ ടെമ്പിൾ ട്രീയിലേക്കുള്ള റോഡ് തുടങ്ങുന്നതിന് തൊട്ടടുത്താണ് ഇദ്ദേഹത്തിൻ്റെ വീട്. ഒരു വലിയ കൊളോണിയൽ മാതൃകയിൽ പണിയെടുപ്പിച്ചൊരു ബംഗ്ലാവ് പോലുള്ള ഒരു വീടായിരുന്നു. ഞാനവിടെ പോയി ഭക്ഷണം കഴിച്ചു, മടങ്ങുകയൊക്കെ ചെയ്തു. ഒരു വലിയ സ്ഫോടനം, വലുതെന്ന് പറഞ്ഞാൽ ഈ ഭൂമി കിടുങ്ങുന്ന രീതിയിലുള്ളൊരു സ്ഫോടനമാണ് കേട്ടത്. എനിക്കെന്താണെന്ന് മനസ്സിലായില്ല. ഞാനൊരു ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ചായ കുടിക്കാൻ തുടങ്ങിയിട്ട് പോലുമില്ല. അതിനു മുമ്പായിട്ടാണ് ഈ ഒരു വലിയ ശബ്ദം, സ്ഫോടനത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത്. പിന്നെ ഞാൻ കാണുന്നത് ഈ കൊളംബോ നഗരം മുഴുവൻ പലയിടങ്ങളിലേക്കായിട്ട് ഓടുന്നതാണ്, പലായനം ചെയ്യുന്ന ഒരു നഗരം. ആദ്യമായിട്ടും അവസാനമായിട്ടും ഉണ്ടായ ഒരു അനുഭവമാണിത്.